വാ. ഇതെല്ലാം നിനക്കുള്ളതാ. മുത്തശ്ശി പറയുന്ന പോലെ കേട്ടും അനുസരിച്ചും നടന്നാൽ 10 റാത്തിൽ സ്വർണം മുത്തശ്ശി നിന്റെ ശരീരത്തിലിടും. അനുസരിച്ചില്ലല്ലോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തോണ്ട് പോയി ഗുരുവായൂർ അമ്പലത്തില് ഭണ്ഡാരപ്പെട്ടിയിലിടും. നിന്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ. 4 കൈ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ച ഇന്നിപ്പൊ ഇതുപോലെ ഒരെണ്ണം തീർപ്പിക്കാൻ പറ്റില്ല. ഹാ, എന്താ ചന്തം. ഇതേ ഇങ്ങനെ വയറിന്റെ മീതെ ഇടുള്ളതല്ല. ദേ ഇങ്ങനെ. ആ ഇന്നൊരു ദിവസത്തേക്ക് ഞാനിത് കെട്ടിക്കൂട്ടി മുത്തശ്ശി. കാലത്ത് തിരിച്ചു തരാം. മോള് കെട്ടിക്കും. തിരിച്ചു തരാനൊന്നും നിൽക്കണ്ട. മോളെടുത്തോ. താങ്ക് യു. നിന്റെ അച്ഛൻ അറിയരുത്. അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എന്താ അച്ഛൻ അറിഞ്ഞ? എടി, എന്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേരത് ഉടനെ ചെലവായിക്കാനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങും. നിനക്കറിയില്ല നിന്റെ അച്ഛനെ. ആള് മഹാശിമിട്ട. ഇത് നീയിട്ടു, സ്ഥിരായിട്ടിട്ടു. ഇതും നീയിട്ടു. ഇതും ഒന്നും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല. ഇന്ന് ഒരു രാത്രിയിലേക്ക്. അതിനിപ്പോ നീ എന്തിനാ എന്നോട് ചോദിക്കണേ? മോള് ചന്തക്കാരി ഏറ്റിട്ട് കിടന്നു. നല്ല മുത്തശ്ശി.